ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PSCയുടെ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള PYQസും റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? ഉത്തരം 2019. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് നമ്മുടെ പഴയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായിട്ടാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കതും കൂടി ഒന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30, രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9, നിലവിൽ വന്നത് 2020 ജൂലൈ 20. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30, രാജ്യസഭ 2019 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9, നിലവിൽ വന്നത് 2020 ജൂലൈ 20. അടുത്ത ചോദ്യം നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 2(9) ആണ്. സെക്ഷൻ 2(9) റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിലൊരു 6 റൈറ്റ്സ് പറയുന്നുണ്ട്. നമുക്കതും കൂടി ഒന്ന് നോക്കാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയിക്കപ്പെടാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഈ 6 റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സും ഒന്ന് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് നോക്കി വയ്ക്കാം. കാരണം PSC ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ഓപ്ഷനിൽ ഏതാണ് റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സിൽ വരിക എന്ന് ചോദിക്കാം. അപ്പോൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ 6 എണ്ണം ഒന്ന് അറിഞ്ഞു വെക്കണം. ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനായി ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടൽ ദാഖിൽ. അതുകൂടാതെ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. 1800111400 1800114000. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ച വർഷം 1988. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം ഉപഭോക്ത ന്യായ് ഭവൻ, ന്യൂഡൽഹി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ച വർഷം 1988. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം ഉപഭോക്ത ന്യായ് ഭവൻ, ന്യൂഡൽഹി. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 42. തൊട്ടു മുൻപ് നമ്മൾ നോക്കി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 53. സംസ്ഥാനമാണെങ്കിൽ സെക്ഷൻ 42, ദേശീയ ആണെങ്കിൽ സെക്ഷൻ 53. ജില്ലാ കമ്മീഷന്റെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 34. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 42. ജില്ലാ കമ്മീഷന്റെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 34. അതുപോലെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 53. കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 88. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കുള്ള ശിക്ഷ സെക്ഷൻ 89. കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനുള്ള ശിക്ഷ സെക്ഷൻ 88. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കുള്ള ശിക്ഷ സെക്ഷൻ 89. അടുത്ത ചോദ്യം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മൻമോഹൻ സിംഗ് ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. ആ സമയത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 2005. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11. പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഒന്നുകൂടെ പറയാം. ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11, പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15, നിലവിൽ വന്നത് 2005
ഒക്ടോബർ 12. വിവരാവകാശ നിയമം പാസാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ ഒരു പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് അരുണ റോയ് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി PV സാവന്ത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഈ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അതിനൊപ്പം തന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു നിയമം നിലവിൽ വന്നതെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട ഒരു നിയമമാണ് വിവരാവകാശ നിയമം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ അത് വജാഹത്ത് ഹബീബുള്ളയാണ്. വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ദീപക് സന്ധു ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ. അതുകൂടാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കാൻ കഴിയും? 10. പ്രസിഡന്റിന് ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ 10 വിവരാവകാശ കമ്മീഷണർമാരെ കൂടെ നിയമിക്കാൻ കഴിയും. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് 10 രൂപ. ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം പാസാക്കിയത് 1989 സെപ്റ്റംബർ 11. നിലവിൽ വന്നത് 1990 ജനുവരി 30. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം പാസാക്കിയത് 1989 സെപ്റ്റംബർ 11. നിലവിൽ വന്നത് 1990 ജനുവരി 30. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5. ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലുള്ളത്. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. 2004 ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നത്. ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷനിൽ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 2014. 2014 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് എന്നാണ്? 1948 ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനമെന്നാണ്? ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. അത് ഓർത്തു വയ്ക്കണം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1993 സെപ്റ്റംബർ 28.
1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവാനുള്ള യോഗ്യത സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. മറ്റു മെമ്പേഴ്സ് ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ ഉപാധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ചെയർമാനായ ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇവിടെ നമ്മൾ പഠിച്ചു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും 2 അംഗങ്ങളും. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996. 1996-ലാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരി. കേരള വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊണ്ടപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? AK ആന്റണി. ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊണ്ടപ്പോൾ മുഖ്യമന്ത്രി AK ആന്റണി ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കിയത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുമാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.